നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം നമഃ ശിവായ. ബജരംഗി മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് മിഥുനം രാശി. ഈ 4 ഗ്രഹങ്ങൾ, അതായത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരിൽ, മിഥുനം രാശിയിൽപ്പെടുന്ന മകീര നക്ഷത്രം, തിരുവാതിര, പുണർദം നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം കൊണ്ട് വരുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. മിഥുന രാശിയെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ നിന്ന്, അതായത് ദുരിതസ്ഥാനത്ത് നിന്ന് വ്യാഴം ആരൂഢത്തിൽ അല്ലെങ്കിൽ ലഗ്നഭാവത്തിലേക്ക് അല്ലെങ്കിൽ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ നിന്ന് രാഹു കുംഭം രാശിയെ 9ലേക്ക് പ്രവേശിക്കുന്നു. അതായത് 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി 10ാം ഭാവത്തിലേക്ക് കണ്ടകനായി മാറുന്നു. അതുപോലെ തന്നെ കേതു 4ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇതാണ് ഈ മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഗ്രഹങ്ങളുടെ മാറ്റം. ഈ ഗ്രഹമാറ്റം കൊണ്ട് മിഥുന രാശിക്കാർക്ക് പ്രധാനമായിട്ടും സ്ഥാനഭ്രംശം, സ്ഥാനചലനം, കർമ്മസംബന്ധമായ ദുരിതങ്ങൾ വരാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും പരിപൂർണ ഈശ്വരാധീനമുള്ളത് കൊണ്ട് വേറൊരു കർമ്മത്തിലേക്ക് ഏർപ്പെടാനോ കുറച്ചും കൂടി നല്ല ഒരു സാഹചര്യത്തിലേക്ക് മാറാനോ അവസരം കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ചിരകാലമായ അഭിലാഷങ്ങളായ വീട് വാങ്ങൽ, വാഹനം ഇത്യാദി മോഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വളരെ അധികം ഗുണമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ കേതുവിൻ്റെ മാറ്റം കൊണ്ട് സഹായസ്ഥാനത്ത് നിന്നും സഹായങ്ങൾ സമയാസമയങ്ങളിൽ ലഭിക്കാതെ വരിക, അതുപോലെ സഹോദരങ്ങൾക്ക് അനിഷ്ടതകൾ വരിക എന്നീ ദുരിതങ്ങളും, അതുപോലെ തന്നെ ഭാഗ്യത്തിന് ചെറിയ മാന്ദ്യം സംഭവിക്കുന്നതായിട്ട്, അതായത് നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നത് മാറിയിട്ട് വളരെ ഇഴഞ്ഞ രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ദോഷകാഠിന്യത്തെ കുറയ്ക്കാനും ഗുണത്തെ ഏറി നിൽക്കാനും മിഥുന രാശിയിൽപ്പെടുന്ന മകീര നക്ഷത്രക്കാർ പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതും സുബ്രഹ്മണ്യന് അലങ്കാര വസ്തുക്കൾ നൽകുന്നതും വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വിശിഷ്ട വഴിപാടായ പഞ്ചാമൃത നിവേദ്യം, നെയ്വിളക്ക്, നാരങ്ങമാല ഇത്യാദി നടത്തുന്നതും, അതുപോലെ ഗണപതിക്ക് മോദകം, ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന, നെയ്വിളക്ക്, കടുംപായസം എന്നിവ നടത്തുന്നതും, രാഹുപ്രീതിക്കായിട്ട് ശൈവനാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്നതും മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും നൂറും പാലും നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകമായി അർച്ചനകൾ ചെയ്യുന്നതും, അഷ്ടോത്തരാർച്ചന ചെയ്യുക, അതുപോലെ വായുസ്തുതി നടത്തുക, അവിൽ നിവേദ്യം നടത്തുക ഇത്യാദി വഴിപാടുകൾ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. ഈ ഗുണദോഷങ്ങൾ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ ഏറിയും ദോഷങ്ങൾ കുറഞ്ഞുമിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ദുരിതങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഈ ദുരിതങ്ങൾ അകറ്റി ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും കർമ്മം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.